ഇറാനെ പിന്തുണച്ച് റഷ്യ യുദ്ധത്തിൽ തങ്ങൾ നിഷ്പക്ഷമല്ലെന്നും ഇറാനെ പിന്തുണയ്ക്കുന്നതായും ലണ്ടനിലെ റഷ്യൻ അംബാസഡർ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ദുബായിൽ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ സ്വദേശി മരിച്ചു. ബഹ്റൈനിൽ 3 പേർക്ക് പരിക്കേറ്റു. കുവൈത്തിൽ 2 ഫയർഫോഴ്സ് ജീവനക്കാർ മരിച്ചു. MC നാസർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് ഇറാൻ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. ഒപ്പം റഷ്യയുടെ പിന്തുണ കൂടി ഇറാന് ഉണ്ടായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് വ്യാപകമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. ഇവയെല്ലാം ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചതായിട്ട് വിവിധ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈനിൽ 3 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുവൈത്തിലേക്ക് വരിക, ബഹ്റൈനെ തന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ജല ശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ആക്രമണം നടന്നു. ഇതാദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഇത്തരമൊരു അടിസ്ഥാന കേന്ദ്രത്തിന് നേരെ കൂടി ആക്രമണം ഇറാൻ വ്യാപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കുവൈത്തിൽ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നു. പക്ഷേ അത് ഫലപ്രദമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചതായിട്ട് കുവൈത്ത് വ്യക്തമാക്കുന്നുണ്ട്. അവിടുത്തെ ഇന്ധന ടാങ്കിന് നേർക്കായിരുന്നു ആക്രമണം. സൗദിയിൽ ഏതാണ്ട് 30-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണത്തിന് അവർ ഉപയോഗിച്ചത്. ഇവയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സൗദി പ്രതിരോധ മന്ത്രാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ദുബൈയിൽ ഇന്നലെ ഒരാൾ കൂടി ഈ മിസൈൽ ചിതറി വീണ് അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടി UAE ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4 ഉയർന്നു. 112-ലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിരവധി ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന് സാധിച്ചതായിട്ടും അല്പം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ UAE മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നാസർ, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന ഇറാന്റെ പ്രഖ്യാപന ശേഷം അങ്ങനെയാണ് നമ്മൾ കരുതിയിരുന്നത്. ഭാഗികമായാണെങ്കിൽ വിമാന സർവീസുകൾ പഴയ തോതിലാകുന്ന ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ആക്രമണം കടുപ്പിക്കുമ്പോൾ എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട്? തീർച്ചയായിട്ടും ഇന്നലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇവിടുത്തെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിൽ തന്നെ ഏതെങ്കിലും ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലല്ലാതെ ഒരു ആക്രമണവും ഉണ്ടാകില്ല. ഇതൊരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണെന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വൈകിട്ട് ഇറാനിലെ സൈനിക വിഭാഗത്തിന്റെ പ്രതികരണം മറ്റൊന്നായിരുന്നു. പ്രസിഡന്റ് ഉദ്ദേശിച്ചത് അതല്ല, ഇവിടുത്തെ സേനയുടെ സാന്നിധ്യം, അമേരിക്കൻ സാന്നിധ്യം മേഖലയിൽ ഉള്ളിടത്തോളം കാലം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരും എന്ന ഒരു പ്രതികരണമാണ് ഇറാൻ സേനയും അതോടൊപ്പം തന്നെ ഇറാനിലെ പാർലമെന്റ് സ്പീക്കറും വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആക്രമണം ഉണ്ടാകില്ല എന്ന ഒരു തീരുമാനം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രതികരണമൊന്നും വരാത്ത സാഹചര്യത്തിൽ ആക്രമണം വീണ്ടും ഇറാൻ തുടരുമെന്ന ബഹ്റൈനിൽ ആക്രമണം ശക്തമാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ജലശുദ്ധീകരണ പ്ലാന്റ് ആക്രമിച്ച് ജനവാസ മേഖലയിലാണ് പ്രധാനമായും ആക്രമണം നടന്നത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് അവിടുത്തെ സാഹചര്യം? തീർച്ചയായിട്ടും 3 കേന്ദ്രങ്ങളിലായിട്ട് ബഹ്റൈനിൽ ആക്രമണം നടന്നു. ആ ആക്രമണം വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചെങ്കിലും ഈ അവശിഷ്ടങ്ങൾ ചിതറി വീണ് പരിക്കേറ്റാണ് 3 പേർക്ക് പരിക്കേറ്റതായിട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരു സർവകലാശാല ക്യാമ്പസിൽ ഉൾപ്പെടെ ആക്രമണം നടന്നിട്ടുണ്ട്. 2 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു ജലശുദ്ധീകരണ പ്ലാന്റിന് നേർക്കും ആക്രമണം നടക്കുന്നത്. അത് എന്തായാലും തുടക്കത്തിൽ സൈനിക കേന്ദ്രങ്ങളെ മാത്രമേ തങ്ങൾ ലക്ഷ്യമിടൂ എന്ന് ഇറാൻ പ്രസിഡന്റും ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈനിക കേന്ദ്രങ്ങൾക്കപ്പുറം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് കൂടി ഇറാൻ അതിന്റെ ആക്രമണം ദീർഘിപ്പിക്കുന്നതിന്റെ സൂചനയാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഈ അടിസ്ഥാന ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നത് സ്വാഭാവികമായിട്ടും ബഹ്റൈനിൽ ആശങ്ക രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജീന.